ആകാശവാണി കോഴിക്കോട്. യുവവാണി. യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആദ്യം ടെക് ബൈറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ആയ അഖില VH. ഇതുവരേക്കും നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മെഷീൻ ഒരു ചെറിയ കുട്ടി പഠിക്കുന്നത് പോലെ തന്നെയാണ് പഠിക്കുന്നത്. എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ഡീപ്പ് ലേണിംഗ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡീപ്പ് ലേണിംഗ് നമ്മൾ പല ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലേയേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഉള്ളിയിലുള്ള ലേയേഴ്സ് പോലെ പല പല ലേയേഴ്സായി ഓരോ ലെയറും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ എല്ലാ ഇൻഫർമേഷൻസും ഗ്രാജുവലി അനലൈസ് ചെയ്ത് നമുക്ക് ഫൈനലി ഒരു റിസൾട്ട് തരുന്നതാണ് ഡീപ്പ് ലേണിംഗിന്റെ മോഡൽ. സോ ഇപ്പോൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് AI ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമുക്ക് നോക്കാം. AI ആൻഡ് 3D സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഹൈവേസിൽ നമ്മൾ പോർട്ട് ഹോൾ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടാസ്ക് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങിയത് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, AI ഉപയോഗിച്ച് പോർട്ട് ഹോൾ ക്രാക്സ് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. സോ നമ്മളുടെ ടോട്ടൽ സ്റ്റേറ്റ്സിൽ അറൌണ്ട് 20,000 കിലോമീറ്റേഴ്സ് കവറേജ് ഉള്ള ടോട്ടൽ പ്രോജക്റ്റാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെഹിക്കിൾ ഒരു 3D ലേസർ ബേസ്ഡ് സ്കാനേഴ്സ് യൂസ് ചെയ്ത് അഡ്വാൻസ് സെൻസേഴ്സ് യൂസ് ചെയ്ത് GPS ലൊക്കേഷൻ എടുത്ത് എല്ലാ ഡാറ്റാസും അനലൈസ് ചെയ്ത് നോക്കി റോഡ് സർഫസ് സ്കാൻ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള എല്ലാ പോർട്ട് ഹോൾസും അനലൈസ് ചെയ്ത് എവിടെയൊക്കെ ക്രാക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കും. സോ ഈ എല്ലാ ഇൻഫർമേഷൻസും NHAIയുടെ ഡാറ്റ ലേക്ക് എന്ന് പറയുന്ന ഒരു AI പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും. സോ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് എക്സ്പേർട്സ് ആ ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കി അതിന്റെ മുകളിൽ എടുക്കാവുന്ന ആക്ഷൻസ് എടുത്ത് റിപ്പയർ, മെയിൻ്റനൻസ്, അതിനുള്ള അസസ്മെന്റ്സ്, പിന്നെ ആക്സിഡന്റ് റിഡക്ഷൻസ് ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം നമ്മളുടെ ഒരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ബെറ്റർ സേഫ്റ്റി ഓൺ റോഡ് ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രോസസ് ഫുൾ AI ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട് റിഡക്ഷൻ ആണ് വേറൊരു കാര്യം. അറൌണ്ട് ഇന്ത്യയിൽ എടുത്തു നോക്കുമ്പോൾ അറൌണ്ട് ഒരു 13,000 ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്. സോ ഇവിടെ എല്ലാം ആക്സിഡൻസ് കൂടുതലാണ്. സോ അത് കുറയ്ക്കാൻ വേണ്ടിയും AI ബേസ്ഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വളരെ ബേസിക് ആയ എക്സാമ്പിളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ് AI വന്നു കഴിഞ്ഞാൽ കുറേ ജോലി പോവും. ഇനി ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരുപാട് ജോബ്സ് എങ്ങനെ ക്രിയേറ്റ് ആവുന്നത്. ഈ ഒരു NHAI പ്രോജക്റ്റ് കൊണ്ട് ഇന്ത്യയിൽ thousands ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവാം. സോ അതിൽ ഒരു പോർഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാറ്റ കളക്ഷൻ ടീം ഉണ്ടാവാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു 3D സെൻസർ വെഹിക്കിൾസ് വേണം. സോ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ടെക്നീഷ്യൻസ് വേണം. ഇനി ഡാറ്റ അനോട്ടേഷൻ ടീം വേണം. സോ റോഡ് ക്രാക്സ് അനലൈസ് ചെയ്യും, ഈ കുണ്ടും കുഴിയും എല്ലാം അനലൈസ് ചെയ്യും, അതിൻ്റെ ബൗണ്ടറീസ് ഉണ്ടാവും, അത് മാർക്ക് ചെയ്യണം. സോ ഇതെല്ലാം നമുക്കൊരു ഇമേജ് ആയിട്ടാണ് നമ്മളുടെ ഇതിൽ ജനറേറ്റ് ആവുക. സോ നമ്മൾ ബേസിക്കലി ക്യാപ്ചർ ചെയ്യുന്നത് വീഡിയോസ് ആണ്. സോ ഈ വീഡിയോസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസും കുഞ്ഞു കുഞ്ഞു ഫ്രെയിമായി ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു ചെറിയൊരു ഇമേജായി മാറും. സോ ആ ഇമേജ് നമ്മൾ നോക്കുമ്പോൾ അതിലൊരു ബൗണ്ടറി ഉണ്ടോ, അവിടെ ഒരു കുഴി ഉണ്ടോ, എല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് അനലൈസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമ്മളുടെ ഡാറ്റാസ് ആണ് നമ്മളുടെ മെഷീനിന് പാസ് ചെയ്യുന്നത്. ഈ ഡാറ്റയിൽ ആ കുഴി എന്നുള്ളത് നമ്മളുടെ ബൗണ്ടറി വാളാണ്. സോ അത് നമ്മൾ ബൗണ്ടറി മാർക്ക് ചെയ്യണം. ഈ ബൗണ്ടറി മാർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇത് അനോട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു എക്സ്പേർട്ട് വേണം. സോ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് ജോബ് ക്രിയേറ്റ് ആവും, ഡാറ്റ അനോട്ടേഷൻ ടീം. ആൻഡ് എപ്പോഴും റോഡ് എന്നും നമ്മൾ എത്ര ക്ലിയർ ചെയ്താലും പിന്നെയും ഈ പോർട്ട് ഹോൾസ് ക്രിയേറ്റ് ആവും. സോ എഗെയിൻ ഈ ജോബ് ലോസ് അല്ല ഉണ്ടാവുക, എഗെയിൻ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടായി മാറും. ഇനി അനദർ സെറ്റ് ഓഫ് ജോബ് ക്രിയേറ്റ് ആവുന്നതാണ് AI അസിസ്റ്റൻസ് അല്ലെങ്കിൽ ML ഓപ്പറേറ്റേഴ്സ്. സോ നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ എല്ലാം പ്രീ പ്രോസസ്സ് ചെയ്ത് എൻട്രി ലെവൽ ML ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഇനി അതിനുശേഷം നമ്മളുടെ GIS ആൻഡ് മാപ്പിംഗ് ജോബ്സ് ഉണ്ട്. സോ ഈ റോഡ് മാപ്സ് അപ്ഡേറ്റ് ചെയ്ത് GIS ട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് വേണം ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ. സോ അനദർ സെറ്റ് ഓഫ് ജോബ് ഇസ് ക്രിയേറ്റഡ്. ഇനി AI മോഡൽ മോണിറ്ററിംഗ് റോൾസ് ഉണ്ട്. ഈ NHAIയിൽ ഡാറ്റ ലേക്കിൽ നമ്മൾ മോഡൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ സെറ്റ് ഓഫ് ടീം ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി ദെയർ. സോ അവിടെ നമുക്ക് പുതിയൊരു ജോബ് ക്രിയേറ്റ് ആവും. ഇനി ഫീൽഡ് ഓഡിറ്റേഴ്സ് വേണം. അതായത് ഈ ഔട്ട്പുട്ട് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഇൻസ്പെക്ഷൻ ടീം വേണം. അവിടെയും നമുക്ക് ഈ ജോബ്സ് ക്രിയേറ്റ് ആവുന്നതാണ്. സോ
ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജോബ്സിനും എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ വേണ്ട. അവിടെ നമുക്ക് ഷോർട്ട് ടേം സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും ആ ജോബ് എടുക്കാവുന്നതാണ്. സോ ഈ ഒരു സിംഗിൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ മെഷീൻ നമുക്ക് എപ്പോഴും നമ്മളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആവുന്നത്. സോ നമ്മൾ എടുക്കുന്ന ഏതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എടുത്താലും അതിൻ്റെ നല്ല വശം എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവും. സോ ഈ ഒരു NHAIയുടെ പ്രോജക്റ്റ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് നമ്മളുടെ ജീവിതം കുറച്ചും കൂടിയും സിംപ്ലർ, സേഫർ ആൻഡ് സ്മാർട്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് AI നമുക്കൊരു ബെറ്റർ ടൂളായിട്ട് ഡെവലപ്പ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെല്ലോ അഖില VH. തുടർന്ന് ശ്രീലക്ഷ്മി ആലപിക്കുന്ന ലളിതഗാനം കേൾക്കാം. മൃദു മന്ദഹാസം മലർമാലയാക്കി ഹൃദയത്തിൽ ചൂടിയ കരിവണ്ണനേ. മൃദു മന്ദഹാസം മലർമാലയാക്കി ഹൃദയത്തിൽ ചൂടിയ കരിവണ്ണനേ. ആമുകിൽ വർണ്ണനേ ഇന്നും മറന്നതിൻ്റെ മാറിൽ മറച്ചതിൻ്റെ. മൃദു മന്ദഹാസം സഖിമാരാരും കാണാമറയത്തുൾക്കോവിലിൽ സുഖമേഴും തൽപ്പത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ. സഖിമാരാരും കാണാമറയത്തുൾക്കോവിലിൽ സുഖമേഴും തൽപ്പത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ. നടക്കൽ പാടും നടക്കൽ പാടും ഗീതാഗോവിന്ദത്തിൽ. നടക്കൽ പാടും ഗീതാഗോവിന്ദത്തിൽ. മതി മറന്നതാവാം എന്നെ മറന്നതാവാം. മൃദു മന്ദഹാസം സങ്കൽപ്പ സ്വയംവര പന്തലിലിന്നലെ അങ്കന മാറിന്നെ ആനയിക്കേ. സങ്കൽപ്പ സ്വയംവര പന്തലിലിന്നലെ അങ്കന മാറിന്നെ ആനയിക്കേ. മനവിഹാരി മനവിഹാരി മാത്രം വന്നില്ല. മനവിഹാരി മാത്രം വന്നില്ല. എന്നെ മറന്നിട്ടാവാം മാറിൽ മറച്ചിട്ടാവാം. മൃദു മന്ദഹാസം മലർമാലയാക്കി ഹൃദയത്തിൽ ചൂടിയ കരിവർണ്ണനേ. ഇനി ഹുദ ഷിനാസ്, സഞ്ജന കെ, ഷഹാന കെ, ഹനാന KP എന്നിവർ ചേർന്നാലപിക്കുന്ന ദേശഭക്തി ഗാനം. ജന്മകാരിണി ഭാരതം
ഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും നാനാ ഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാ വേഷത്തിനൊളിയും വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മ തന്നേട്ടം ജന്മകാരിണി ഭാരതം ആ കർമ്മമേദിനി ഭാരതം ജന്മകാരിണി ഭാരതം ആ കർമ്മമേദിനി ഭാരതം. അടുത്തതായി ഒരു മോണോ ആക്ടാണ് അവതരിപ്പിക്കുന്നത് പൂജ. വെള്ളം തരൂ, വെള്ളം, കുറച്ചുകൂടി വെള്ളം. ചോരയുടെ ഉളുമ്പ് മണം, അമ്മയുടെ, പെങ്ങളുടെ, മകളുടെ. 7 കടലുകളിലെ ജലവും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും മതിയാവുകയില്ല ഈ മനുഷ്യന്റെ അല്ല ഈ പുരുഷന്റെ കൈകൾ ശുദ്ധമാക്കാൻ. സ്വന്തം മകൾക്ക് പോലും ഇന്ന് ഈ പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് പഴമയുടെ മുഴക്കമുള്ള ഒരു യുദ്ധരാഗം ഓർത്തുപോകുന്നു. പ്രസിദ്ധമായ രാമായണവും വയലാറിന്റെ രാവണപുത്രിയും ഇഴചേർത്ത ഒരു രംഗാഖ്യാനം. ജ്യേഷ്ഠ രാവണ, കണ്ണിരുപത് നിറയെ കണ്ടോളൂ, മൂക്കും മുലയും മറ്റ് കുരുതിക്കളം പോലെ നിന്റെ മുന്നിലിതാ രാവണ ഈ അനുജത്തി ശൂർപ്പണക. എവിടെ നിന്നടത്തേ പാകുന്ന ചന്ദ്രഹാസം? ഒന്നുമില്ലേ രാവണ നിന്റെ കയ്യിൽ ഈ കുഞ്ഞു പെങ്ങളുടെ ചോരയ്ക്ക് മറുപടി പറയാൻ? ശൂർപ്പണകേ, നിന്റെ ചോരത്തിളപ്പുള്ള ചോദ്യങ്ങൾ എന്നെ ഊണിലും മുറക്കിലും വേട്ടയാടുന്നു. സാരഥയെ രഥമൊരുക്കി നിർത്തുക. മഹാരഥനായ മേഘനാഥനെ പുറകിൽ നിർത്തിക്കൊണ്ട് അവന്റെ അച്ഛൻ ഈ രാവണൻ പട നയിക്കും. അച്ഛൻ രാവണൻ ആരുടെയൊക്കെ അച്ഛനാണ്? ഇന്ദ്രജിത്തിന്റെ, അതികായന്റെ, അക്ഷകുമാരന്റെ. മതിയോ? ഒരു പേരുകൂടി ഉച്ചരിക്കാൻ ബാക്കിയുണ്ടെന്ന് ദേവശ്രീ നാരദരല്ലേ പറഞ്ഞത്? നാരായണ നാരായണ. ഹേ ഹേ രാവണ പ്രഭോ, അന്തിമ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുൻപ് ഒരു ശുഭരഹസ്യം അറിയിച്ചു കൊള്ളട്ടെ. അശോകവനിയിലങ്ങ് കൊതിയോടൊളിപ്പിച്ചു വെച്ച ആ സുന്ദരി രാമപത്നിയായ സീത, അവൾ അങ്ങയുടെ മകളാകുന്നു. നാരായണ നാരായണ. സീതയുടെ അച്ഛൻ ഈ രാവണൻ സ്വന്തം മകളെ അന്തഃപുരത്തിൽ പട്ടമഹിഷിയായി കുടിയിരുത്താൻ ശ്രമിച്ച അച്ഛൻ. മകളെ സീതേ, നിന്റെ അമ്മയുടെ, വേദവതിയുടെ നിസ്സഹായമായ നിലവിളികൾ ഇപ്പോഴും എനിക്ക് കേൾക്കാം. അന്ന് അഹന്തയുടെ അഗ്നിപർവ്വതം പോലെ ഞാൻ ഹിമവൽ സാനുക്കളിൽ ചുരമാന്തി നടന്ന കാലം. പുരുഷ കാമലകളുടെ ലാവാ പ്രവാഹത്തെ ഒരുമിച്ച് കുത്തിയിളക്കുന്ന സ്ത്രീ ശരീരത്തെ, വേദവതിയെ ഞാൻ തൊട്ടു. അരുതേ, മറ്റൊരാൾക്ക് വേണ്ടി വ്രതം നോച്ചിരിക്കുന്ന ഒരു കാട്ടു പെണ്ണാണ് ഞാൻ. അരുതേ, അരുതേ. ഇനി എന്തു യുദ്ധം, ഏത് വിജയം? വേദവതിയുടെ പ്രിയപുത്രി സീതയുടെ നിലവിളികൾ ഈ രാവണനെ തോൽപ്പിക്കുകയാണല്ലോ. എന്ത്? അസുരകുലത്തിന്റെ രക്ഷകൻ രാവണൻ പരാജയത്തെ കുറിച്ച് ആശങ്കപ്പെടുകയാണെന്നോ? രാവണ, നിന്റെ പ്രിയപുത്രൻ മേഘനാഥൻ പടക്കളത്തിൽ മറുകൈയിൽ തുണയില്ലാതിരിക്കുമ്പോൾ നീ പിന്മാറുകയാണോ രാവണ? എന്ത്? മേഘനാഥൻ ഒറ്റയ്ക്ക് പടക്കളത്തിൽ? അതും അവന്റെ അച്ഛൻ ഈ രാവണൻ ജീവിച്ചിരിക്കുമ്പോൾ? ഇല്ല, തുടങ്ങട്ടെ കൊമ്പും കുഴലും ജയഭേരിയും. മദ്ദളച്ചേങ്ങിന് മുൻപിൽ തൊട്ടു പിന്നിൽ രഥങ്ങൾ, യുവമധ്യത്തിൽ അശ്വാരുടൻ, ഏറ്റവും പിറകിൽ കാലാൾ. എല്ലാത്തിനും മുന്നിൽ ദ്വിക്കിത ശക്ത പരാക്രമിയായ ഈ രാവണൻ. ആരാ വഴിമുടക്കുന്നത്? പ്രഭു, മേഘനാഥകുമാരനും. മകനെ മേഘനാഥ, ഈ അച്ഛന്റെ ഏതു പാപമാണ് മകനെ നിന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? രാമ, പറ്റുമെങ്കിൽ പ്രതിരോധിച്ചോളൂ. ദേവകുലാന്തകനായ രാവണനെ, കൽപ്പാന്തരുദ്രന്റെ കൈലാസത്തെ ഇരു കൈകളിൽ ഇട്ടമ്മാനമാടിയ രാവണനെ. രാമ, നേർക്കുനേർ നിൽക്കുക. എന്ത്? എന്റെ കൈകളും കണ്ണുകളും ലക്ഷ്യം മറന്നു പോകുന്നുള്ളൂ. മകളെ സീതേ, എവിടെയിരുന്നാണ് നീ വിതുമ്പുന്നത്? വയ്യ, നിന്റെ പ്രീതമുനു നേരെ ഈ അച്ഛന് വയ്യ.
രാമ, രാവണൻ ഒരുങ്ങിക്കഴിഞ്ഞു നിന്റെ നിശിതപാദങ്ങൾ ഏറ്റുവാങ്ങാൻ. മുറിഞ്ഞു വീഴട്ടെ ഓരോന്നോരോന്നായി ശാസ്ത്രത്തഴമ്പുള്ള കൈകൾ, അഹന്തയുടെ ശിരസുകൾ. ഒടുവിൽ പാപങ്ങളെയും സ്വപ്നങ്ങളെയും ഒരുപോലെ ലാളിച്ച ഈ രാവണ ഹൃദയം. മകളെ സീതേ! മകളെ എന്ന വിളിയിൽ സ്വയം ശുദ്ധനായ അസുര രാജാവിന് മോക്ഷം അനുവദിച്ചിരിക്കുന്നു ഇതിഹാസം. എന്നാൽ ഇയാൾക്കോ, ഇന്നത്തെ പുരുഷനോ, വെള്ളം തരോ, വെള്ളം, കുറച്ചുകൂടി വെള്ളം. ചോരയുടെ ഉളുമ്പ് മണം, അമ്മയുടെ, പെങ്ങളുടെ, മകളുടെ. അവസാനമായി ഈ പരിപാടിയിൽ അനുശ്രീ ആലപിക്കുന്ന ഒരു കവിത കേൾക്കാം. ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ, പിഴച്ചു പെറ്റൊരേ കൊച്ചു പൈതലെ കാത്തുകൊള്ളുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞീല പൊറുക്കുക. നിൻമടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക. അമ്മ തൻ കണ്ണുനീർ പെയ്ത്തിൽ കുളിപ്പിച്ചിട്ടു പാൽ കൊടുത്ത് അമ്മ തന്നുമ്മയാകും ശ്രീതിലകം ചാർത്തി നെറ്റിമേൽ. ഇവളെ പാവമീ കുഞ്ഞു സീതയെ ജഗദംബ നിന്നുഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേൻ അനാഥയായി. നാളെ സൂര്യനുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ? രാവിലേതോ കൂർത്ത പൽകൾ കിടക്കിവളൊടുങ്ങുമോ? നാളെ എന്താണ്? ഹാ, നാളെ ഇവൾ പെണ്ണ് പിറന്നൊരേ നാളിലെ വെടിയപ്പെട്ടോരിവൾക്ക് എമ്മട്ടിൽ ജീവിതം. ഇവളെന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോതുമോ? ഇവൾ മാഞ്ഞ മുഖത്തോടേതനാഥാലയമെത്തുമോ? ഇവൾ ഇന്ത്യൻ ഗിനിപ്പന്നി ശാസ്ത്രത്തിൻ പണിമേശമേൽ കരുവാകാൻ വിദേശത്തേക്കുരുവായി പറക്കുമോ? ഇവൾ ഏതെങ്കിലും വീട്ടിന്നൂമനപുത്രിയാകുമോ? ഇവളെ കയ്യേകി മാറത്തണിയാൻ പ്രേമമെത്തുമോ? ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ കരുതുന്നതാരിവൾ തന്മേനി പൊന്നിട്ടു മൂടി നൽകാനുമാരുവാൻ. ഇവളെ പോര പൊന്നെന്നു തീത്ത ഇലത്തിലെരിക്കുമോ? ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ? ഇവളെ പണി ചെയ്യിച്ചു പട്ടിണിക്കിട്ടു കൊല്ലുമോ? ഇവളെ കൊടുമദ്യത്തിൻ മതം തല്ലിച്ചതയ്ക്കുമോ? ഇവളെ വഴിലേലത്തിൽ ചന്തയിൽ വിളി കേൾക്കുമോ? ഇവളെ ചോന്ന തെരുവിൽ പിഴിഞ്ഞൂറ്റിക്കുടിക്കുമോ? ഇവളാം ചണ്ടി നഗരക്കാനയിൽ ചീർത്തു പൊന്തുമോ? ഇവൾ തന്മേനി ആസ്പത്രി വരാന്തയിൽ ചീഞ്ഞു ചാകുമോ? ഇവൾ പിച്ചച്ചട്ടിയേന്തിയിരുന്നു പശിയാറ്റുമോ? ഇവൾ പെണ്ണല്ലയോ, പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ? ദേവി ഭൂമി, നിനക്കെല്ലാം അറിയാം. നിന്ദ ചന്തയിൽ പാഴ്വിലയ്ക്കുമെടുക്കാത്തോന്നല്ലേ പെണ്ണിന്റെ ജീവിതം. എങ്കിലും തങ്കമേ, നീ എൻ മുഖത്തേക്കുറ്റു നോക്കിയിടുന്നെന്തിനോ? പുഞ്ചിരിക്കൊള്ളുന്നോർത്തുവിമ്മുന്നിടക്കിടെ. അമ്മയാം ഞാനും ഇമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നുപോയി. എന്നെയും പാവമെന്നമ്മയന്നു കൊല്ലാനറച്ചുപോയി. ഇതൊക്കെ സത്യമാണെന്നാൽ സ്വപ്നം കാണട്ടെ ഞാനിനി. വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും. യുവവാണി സമാപിക്കുന്നു.